എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്യാൻസറിനെ കുറിച്ച് ഉള്ള ഒരു അവയർനെസ്സാണ്. നമുക്ക് ക്യാൻസർ വരാതെ ഇരിക്കുന്നതിന് നമുക്ക് കുറേ ജീവിത രീതികൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കുന്നത് അതിനേക്കാൾ എത്രയോ നന്നാണ് അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ആഹാര രീതി തന്നെ. ആഹാരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം. ചില ആഹാരങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. നമുക്ക് കഴിക്കാവുന്നത് പഴങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും, അത് ആൻറ്റി ഓക്സിഡൻ്റുള്ള ഫൈബറൊക്കെ ഉള്ള ആഹാരങ്ങൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും പിന്നെ റെഡ് മീറ്റ് ഇത് കൂടുതലായിട്ട് കഴിച്ചാൽ കൊളറക്ടൽ ആൻഡ് അതർ ക്യാൻസേഴ്സൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഒന്നാമത്തെ കാര്യം. ആഹാര രീതി അത് ഒരു പ്രധാന ഘടകമാണ്. ഫ്യൂച്ചറിൽ നമുക്കത് വരണം. അപ്പം നമ്മൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. ഇത് നമ്മുടെ ആ രീതികൾ അനേക വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ഷുഗറി ഡ്രിങ്ക്സും പ്രോസസ്ഡ് ഫുഡും. ഇത് സ്ഥിരമായിട്ട് കഴിച്ചാലുള്ള പ്രശ്നം ഒബീസിറ്റി. എന്ന് പറഞ്ഞാൽ അമിത വണ്ണം വയ്ക്കും ശരീരത്തിന്. അത് ക്യാൻസറിനുള്ള റിസ്ക് വളരെയധികം വർദ്ധിപ്പിക്കും. ഇൻക്രീസസ് ക്യാൻസർ റിസ്ക്. അടുത്ത ഫാറ്റ് ഐറ്റംസിനെ കുറിച്ച് പറയുന്ന ഫാറ്റുകൾ നമ്മൾ ഹെൽത്തി ഫാറ്റുകളുണ്ട് നമുക്ക് കഴിക്കാവുന്ന. omega-3 നമ്മൾ ഈ മത്സ്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ സാൽമൺ, സാർഡീന്, മാക്രൽ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തി, അയല, സാൽമൺ ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ നന്നാണ്. അതുപോലെ തന്നെ അവോയ്ഡ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയും. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് ഈ ചിപ്സുകൾ കഴിക്കില്ല, ഐസ്ക്രീം, ക്രോസൻസ് അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യണം. അത് ബാഡ് കൊളസ്ട്രോളാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെഗുലർ എക്സസൈസ്. എക്സസൈസ് വളരെ അനിവാര്യമാണ്. ഇത് മെഡിക്കൽ എക്സ്പെർട്ടുകൾ പറയുന്നത് ഒരു മിനിമം ഒരാഴ്ചയിൽ നമ്മളൊരു 150 മിനിറ്റെങ്കിലും, അതായത് മിനിമമാണ്, നമ്മൾ ഒരു എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യണം. നടത്താവാം, സൈക്ലിംഗ് ആവാം, സ്വിമ്മിങ് ആവാം, അല്ലെങ്കിൽ ത്രെഡ്മില്ലുള്ളവരൊക്കെ ത്രെഡ്മില്ലിൽ ഇത് ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റി ഇത് നമ്മുടെ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുകയും അത് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ സ്മോക്കിംഗ് ഉള്ളവർ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. അത് പല ക്യാൻസറുകൾ വരാനുള്ള സാധ്യതകൾ കൂടും. അത് ലങ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, ത്രോട്ടിൽ ക്യാൻസർ ആൻഡ് ബ്ലാഡർ. അപ്പം ഈവൻ നമ്മൾ ആളുകൾ സ്മോക്ക് ചെയ്യണമെന്നുമില്ല. ചിലർ ഈ പുകയിലയിലൊക്കെ വായിലിട്ടൊക്കെ ചവയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതും ക്യാൻസറിന് വരാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹാബിറ്റുകളുള്ളവർ നിർത്തുക, അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണമെന്ന് പറഞ്ഞാൽ
നമ്മൾ ശീലങ്ങളാണ് നമുക്കിതിലോട്ടൊക്കെ വരുന്നത്. നമ്മൾ ഈ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിൻ്റെ ഒന്നും വളരെ നല്ലതാണ് വരാതെ ഇരിക്കുന്നതിനുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കുന്നത്. അപ്പോൾ അത് മെഡിക്കൽ റിസർച്ചുകൾ എല്ലാം അവർ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് വരാനുള്ള സാധ്യതകളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ റിലേറ്റഡ് റിസ്കുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് സ്മോക്കിങ് നിർത്തുക, ആൽക്കഹോളും അതുപോലെ തന്നെ മദ്യപാനം ഉള്ളവർ ഇത് കൺട്രോൾ ചെയ്യുക. അവർക്ക് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ അവർ മെഡിക്കൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ ഒരു പെഗും, അത് ആണുങ്ങളാണെങ്കിൽ 2 അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് ലിവറിലും ത്രോട്ടിലും ബ്രസ്റ്റിലും അതുപോലെ തന്നെ കോളൻ ക്യാൻസർ ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കുറച്ച് നാളുകൾക്ക് ശേഷം വളരെ കൂടുതലായിരിക്കും. ഹെൽത്തി വെയിറ്റ് ഓരോരുത്തർക്കും ആനുപാതികമായ ബോഡിക്ക് ഹൈറ്റിന് ആനുപാതികമായ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒബീസിറ്റി ഉണ്ടെങ്കിൽ, ഓവർ വെയിറ്റ് ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറും കോളൻ ക്യാൻസറും പാൻക്രിയാറ്റിക് ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ലതുപോലെ വെയിറ്റ് മാനേജ് ചെയ്യുക. ത്രൂ ഡയറ്റിൽ കൂടെയും എക്സസൈസിൽ കൂടെയും നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സ്ഥിരം വെയിറ്റിൽ നിർത്തുകയാണ്. അപ്പം നമ്മൾ ആഹാര രീതിയും എക്സസൈസും അതിന് സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. കൂടുതൽ സൺ എക്സ്പോഷർ ചെയ്യാൻ പറ്റില്ല. വളരെ സൂര്യപ്രകാശം ഉള്ളിടത്ത് അങ്ങനെ കൂടുതൽ ചെന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന രീതിയിൽ നിൽക്കരുത്. സൺക്രീമുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആ ക്രീമൊക്കെ പുറത്ത് പുരട്ടിയിട്ട് പോയി നിൽക്കണം. അതുപോലെ തന്നെ ഈ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന വസ്ത്രങ്ങളും തൊപ്പികളും ഒക്കെ ധരിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ഓപ്പൺ സൺലൈറ്റ് ഉള്ളിടത്ത് പോയി നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ചില വൈറസിനൊക്കെ ഉള്ള വാക്സിനേഷനുണ്ട്. പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്, ഇതിന് ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഒരു വൈറസാണ്. അപ്പോൾ അതിന് അഗൻസ്റ്റായിട്ടുള്ള വാക്സിനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ റിസ്ക് ഓഫ് ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിന് സഹായിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഗെറ്റ് വാക്സിനേറ്റഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെഗുലർ സ്ക്രീനിങ്, ചെക്കപ്പ് എന്ന് പറയുന്ന നടക്കുമല്ല. ഏർലി ഡിറ്റക്ഷൻ സേവ്സ് ലൈഫ്. നമ്മൾ ഏർലിയിൽ ഇപ്പോൾ ഈ ക്യാൻസറൊക്കെ ആയിരുന്നാലും അതിൻ്റെ ബിഗിനിങ്ങിലൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചാൻസസ് വളരെ അതിൻ്റെ റിസ്ക് കുറവായിരിക്കും. നമുക്കത് ട്രീറ്റ് ചെയ്ത് അത് 100% ക്യൂർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ റെഗുലർ സ്ക്രീനിങ്, ചെക്കപ്പ് വളരെ അനിവാര്യമാണെന്ന് പറയുന്നത്. ഫോളോ ഗൈഡ് ലൈൻസ്. മോണോഗ്രാം എന്ന് പറയുന്ന അതിന് ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവില്ലെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അടുത്ത പാപ്പ് സ്മിയർ, സെർവിക്കൽ സ്മിയർ. അപ്പോൾ സ്മിയർ ക്യാൻസർ, സ്മിയർ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ സംബന്ധമായിട്ടുള്ള, അപ്പോൾ അതിൻ്റെയൊക്കെ ചെക്കപ്പ് റെഗുലറായിട്ട് നടത്തണം. അതുപോലെ തന്നെ സ്കിൻ ചെക്ക് ചെയ്യണം. പാസ് ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഈ ഏജ് 60 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഈ സ്ക്രീനിങ്ങിൽ കൂടെ അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താനും പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്ന ഹാംഫുൾ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടു മച്ച് ഈ ആസ്പെറ്റോസ് ഉള്ള ബിൽഡിങ്ങിന് താഴെ കൂടുതൽ നേരം നിൽക്കരുത്. റാഡൻ ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിക്കൽസൊക്കെ ഉള്ളിടത്തും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അത് ക്യാൻസറിൻ്റെ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അടുത്തത് മാനേജ് സ്ട്രെസ് ആൻഡ് സ്ലീപ്പ്. സ്ട്രെസ്സ് നമ്മൾ
ഈ ക്രോണിക് സ്ട്രെസ്സസ് ലോങ് ടൈം ചിലർ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും ലൈഫ് സ്ട്രെസ്ഫുൾ, അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. സ്ലീപ്പിങ്, ക്വാളിറ്റി സ്ലീപ്പ് മിനിമം ഒരു 8-9 മണിക്കൂറൊക്കെ നല്ല ഒരു ഗുഡ് സ്ലീപ്പിംഗ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം നൈറ്റ് ടൈമിൽ. ഈ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യുന്ന പല എക്സസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡെയിലി ഈ ഓവർ സ്ട്രെസ്സായിട്ടുള്ളവർ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. മെഡിറ്റേഷനോ യോഗയോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുത്ത് ഈ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ക്യാൻസർ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അത് നിങ്ങൾക്ക് വന്നിട്ട് ചികിത്സിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. വരാതിരിക്കാനുള്ളത്, വന്നിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ നല്ല ഇത് നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് നടത്തി ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ദിനചര്യ ജീവിതത്തിൽ ഇതൊക്കെ അവലംബിക്കുക. അത് വരാനുള്ള റിസ്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. സോ നിങ്ങളുടെ ഹെൽത്തിൻ്റെ ചാർജ് നിങ്ങൾ ഇന്ന് മുതൽ ഏറ്റെടുക്കുക. അങ്ങനെ നിങ്ങൾ ഒരു ഹെൽത്തിയറും ഒരു ലെറ്റ്സ് ബിൽഡ് എ ഹെൽത്തിയർ ടുമോറോ ടുഗദർ, ഒരു നല്ല ഭാവി, ഒരു ആരോഗ്യകരമായ ഒരു ഭാവി ജീവിതം നിങ്ങൾക്ക് അങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും നിങ്ങളുടെ മറ്റുള്ള ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. I will come with another video next time. Bye now.